കൊല്ലം ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് തീപിടിച്ചു. കടക്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ബാറ്ററി ഭാഗത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വലിയൊരു ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. ഏതായാലും ബാറ്ററി ഭാഗത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ട് എന്നാണല്ലേ പ്രാഥമിക നിഗമനം. ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നോ? മനു, ഇത് ഇന്ന് പുലർച്ചെ 5:45 കൂടിയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഈ ചടയമംഗലം ഭാഗത്തേക്ക്, അതായത് കൊല്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് MC റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ ഒരു തീപിടുത്തം. അത് ഇപ്പൊ മനു സൂചിപ്പിച്ചതുപോലെ ആ ബാറ്ററിയുടെ ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അത് മറ്റു വയറിങ്ങും മറ്റും കത്തി അത് ടയറിലേക്ക് തീപിടിച്ചു എന്ന് പറയുന്ന അവിശ്വസനീയമായ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ നമ്മൾ ഈ അറിയുന്നത്. പക്ഷെ അത് ഈ പ്രാഥമിക നിഗമനം മാത്രമാണ്. എങ്ങനെയാണ് ടയർ ഭാഗത്ത് തീപിടിച്ചത്, ടയറിൽ മറ്റു വല്ലതും ഒരഞ്ഞ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രം കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ബസ്സിൽ 9 പേരുണ്ടായിരുന്നു. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ പൊടുന്നനെ ബസ്സിൽ നിന്ന് യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി അവര് കരക്കൽ ഉള്ള ഫയർഫോഴ്സ് ടീം എത്തിയാണ് തീ കെടുത്തിയത്. പക്ഷേ എങ്ങോട്ടേക്ക് പോകുന്ന ബസ്സായിരുന്നു രാജ്കുമാർ, ഒന്നുകൂടി പറയാമോ? ഇത് പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കൊല്ലൂർ ഡിപ്പോയിലെ KL 150612 നമ്പർ എന്ന് പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് ബസ്സിനാണ് ഇന്ന് തീ പിടിച്ചത്. അത് ഈ ചടയമംഗലം സ്ഥിരം ഷെഡ്യൂൾ ആണല്ലേ ഇത്? അതെ, സ്ഥിരമായി ഈ പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. കൂടുതലും മെഡിക്കൽ കോളേജിലേക്കും മറ്റും ആളുകൾ ആശ്രയിക്കുന്ന പുലർച്ചെ പോകുന്ന വണ്ടി കൂടിയാണ്. ആ വണ്ടിക്കാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അത് ആ 9 യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. അവരെല്ലാം മറ്റൊരു ബസ്സിൽ യാത്ര തുടരായി കയറ്റി വിടുകയും ചെയ്തു. ആളപായമോ അല്ലെങ്കിൽ ആർക്കും തന്നെ പരിക്കോ ഇല്ല. ഓക്കെ, താങ്ക് യു. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.